ആറ്റുകാലമ്മ ഐതിഹ്യം ഭാഗം 2. കൊടിയും കൊടിമരവും ഇല്ലാത്ത ആറ്റുകാൽ ക്ഷേത്രം. പരമപരിശുദ്ധിയുടെ പവിത്രതയാൽ ദക്ഷിണ പമ്പ എന്ന് സർവഥാ വിശേഷണമാർജിച്ച കിള്ളിയാറ്റിൻകരയിൽ പ്രത്യക്ഷപ്പെട്ട ബ്രാഹ്മണ ബാലികാ വേഷം ധരിച്ച സാക്ഷാൽ മഹാമായ 6 കടന്ന് മറുകരയിലെത്താൻ ശ്രമിക്കവേ ദേവിയുടെ തൃക്കാൽ പുണ്യത്തിനായി തപം ചെയ്തിരുന്ന കിള്ളിയാറ്റിൽ പതിച്ചു. ദേവിയുടെ തൃപ്പാദങ്ങൾ 6 പതിച്ച അത്ഭുത നിമിഷത്തിലാണ് ദേവി ഉപാസകനും മുല്ലുവീട്ടിലെ ഗൃഹസ്ഥനുമായ കാരണവർ അത് കാണാൻ ഇടയായത്. മുല്ലുവീട്ടിലെ കാരണവർ ശിവശക്തിമാരുടെ ഉപാസകനായിരുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്ത് മുല്ലച്ചെടികൾ വളർന്നു പടർന്നു പന്തലിച്ച് ഒരു കാവുണ്ടായിരുന്നു. മുല്ലപ്പൂങ്കാവ് എന്നാണ് ആ കാവ് അറിയപ്പെട്ടിരുന്നത്. ആ കാവിൽ ദേവീ സങ്കല്പത്തിൽ കളരിമാടൻ, നാഗയക്ഷി, നാഗരാജാവ് തുടങ്ങി ഉപദേവതാ സങ്കല്പങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കൊടും പേമാരിയിലും മരം കോച്ചുന്ന മഞ്ഞുകാലത്തും കിള്ളിയാറ്റിൽ പോയി മുങ്ങിക്കുളിച്ച് ഈറനോടെ കാവിലെത്തി അന്തിക്ക് വിളക്ക് കത്തിക്കുക കാരണവരുടെ മുറതെറ്റാത്ത ചിട്ടകളിൽ ഒന്നായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു മകരമാസത്തിലെ അവസാന വെള്ളിയാഴ്ച ദിവസം ത്രിസന്ധ്യാസമയത്ത് കാരണവർ കിള്ളിയാറ്റിലിറങ്ങി മുങ്ങിക്കുളിച്ച് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ അത്ഭുതമെന്നോണം ആറ്റിൽ പെട്ടെന്ന് അതിശക്തമായ ഒഴുക്കുണ്ടാവുകയും ഒഴുക്കിന്റെ ആഘാതത്തിൽ കര കുലുങ്ങുകയും കരയിലെ വൃക്ഷലതാദികൾ കടപുഴകി വീഴുകയും ചെയ്തു. അത് കണ്ട് കാരണവർക്ക് അത്ഭുതത്തേക്കാൾ പരിഭ്രാന്തിയാണുണ്ടായത്. സ്നാനമന്ത്രം പിഴച്ചോ? അരുതാത്തത് എന്തെങ്കിലും ഭവിച്ചോ? സാധുഹൃദയനും പരമഭക്തനുമായ കാരണവർ ഉള്ളൊരുകി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് മറ്റൊരു അത്ഭുതം കാരണവരുടെ കണ്ണുകളിൽ പതിച്ചു. പെട്ടെന്ന് കിള്ളിയാറും തീരവും പാലാഴിയും വൈകുണ്ഠവും പോലെ അദ്ദേഹത്തിന് തോന്നി. തന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ കാരണവർ തന്റെ കൺപോളകൾ പലവട്ടം തിരുമി അടയ്ക്കുകയും വീണ്ടും നോക്കുകയും ചെയ്തു. അപ്പോൾ 1000 ആദിത്യഗോളങ്ങൾ ഒന്നു ചേർന്ന് പ്രകാശിക്കുന്നത് പോലെ ഒരു പ്രകാശം ചക്രമാകാശത്തു നിന്നും ഭൂമിയിലേക്ക് ഊർന്നിറങ്ങി അത് ഭൂമിയിൽ പതിച്ച് ഒരു ബാലികയായി മാറുന്നതും കാരണവർ തന്റെ നഗ്നനേത്രങ്ങളാൽ കണ്ടു. ഭക്തനായ അദ്ദേഹം ആ അത്ഭുത ബാലികയെ താണു വണങ്ങി നമസ്കരിച്ചു. അപ്പോൾ ബാലിക അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിക്കുകയും കാരണവരെ അരികിൽ വിളിച്ച് തനിക്ക് 6 കടന്ന് അക്കരെ പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഉടൻ തന്നെ കാരണവർ ഉദ്ദേശം 12 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ ബാലികയെ അതീവ സ്നേഹത്തോടും അതിലേറെ അത്ഭുതത്തോടും കൂടി നിറഞ്ഞ വാത്സല്യത്തോടും മെല്ലെ തന്റെ കൈകളാൽ സ്വീകരിച്ച് തന്റെ വലതു ഭാഗത്തെ തോളിന്മേൽ ഇരുത്തി 6 നീന്തിക്കടന്ന് മറുകരയിൽ എത്തിച്ചു. കുട്ടിക്ക് വളരെ സന്തോഷമായി, ഒപ്പം കാരണവർക്കും. അദ്ദേഹം സാവധാനം ബാലികയെ നിലത്തിറക്കി തങ്ക സൂര്യപ്രഭ പോലെ തേജസാർന്ന ആ ബാലികയുടെ കൈ പിടിച്ച് തന്റെ ഗൃഹമായ മുല്ലുവീട്ടിലേക്ക് നടന്നു. ഭവനത്തിലേക്ക് നടക്കും വഴി ഈ കുട്ടി ബ്രാഹ്മണ ബാലികയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ചുവന്ന പട്ടുപാവാടയുടുത്ത് കയ്യിൽ തങ്കവളകളിട്ട് കാതിൽ വജ്രകുണ്ടലങ്ങളും മൂക്കിൽ വൈരക്കല്ല് പതിച്ച മൂക്കുത്തിയും കഴുത്തിൽ കനകമാലയും അണിഞ്ഞിട്ടുള്ള ഈ ബാലിക ഏതെങ്കിലും തമ്പ്രാക്കളുടെ മകളായിരിക്കും എന്ന് അദ്ദേഹം മനസ്സിലോർത്ത് കാരണവർ മുല്ലുവീടിന്റെ മുറ്റത്തെത്തി. അപ്പോഴേക്കും സമയം സന്ധ്യ കഴിഞ്ഞു. ബാലികയെ കാരണവർ ഗൃഹത്തിന് അകത്തേക്ക് ക്ഷണിച്ചു. അത്ഭുത ബാലിക എന്ന് സംശയമുള്ളതിനാൽ കാരണവർ പൂമുഖത്ത് പശുവിൻ ചാണകം മെഴുകി ശുദ്ധിയാക്കി പനയോല തടുക്കിട്ട് അതിന്മേൽ കുട്ടിയെ കൈ പിടിച്ചിരുത്തി. അപ്പോൾ ബാലിക അത്യന്തം ആനന്ദവതിയായി കാണപ്പെട്ടു.
അത് കണ്ട് കാരണവർ തന്റെ ഊഹങ്ങൾ ശരിയാണോ എന്നറിയുവാൻ വേണ്ടി കുട്ടിയോട് പുഞ്ചിരിയോടെ സൗമ്യമായി ഊരും പേരും ചോദിച്ചു തുടങ്ങി. എന്നാൽ എത്ര ചോദിച്ചിട്ടും കുട്ടി ഒരക്ഷരം മറുപടി പറയുന്നില്ല. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയല്ലേ, ഭയം കാണും എന്ന് മനസ്സിൽ കരുതി കാരണവർ നേരം വെളുക്കട്ടെ എന്ന് വിചാരിച്ചു. നേരം വളരെ അതിക്രമിച്ചതിനാൽ കാരണവർ പെട്ടെന്ന് പൂമുഖവാതിൽ കടന്ന് അറയിലെ പൂജാമുറിയിലേക്ക് പ്രവേശിച്ചു. അവിടെ ഭദ്രകാളിയുടെ ചിത്രത്തിനു മുന്നിൽ പൂജിച്ചു വച്ചിരുന്ന ഇളനീരും അവലും ചെറുപഴവും കൽക്കണ്ടവും ഒരു തട്ടത്തിലാക്കി പൂമുഖത്തേക്ക് വന്നു. കുട്ടിക്ക് കഴിക്കുവാൻ കൊടുക്കുവാനായി നോക്കിയപ്പോൾ കുട്ടിയെ കാണാനില്ല. കാരണവർ ആകെ വിഷമത്തിലായി. താൻ കിള്ളിയാറ്റിൻ കരയിൽ നിന്നും തോളിലേറ്റി ആറുകടത്തി സ്വന്തം വീട്ടിൽ എത്തിച്ച ബാലിക അപ്രത്യക്ഷമായിരിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാനാകാത്ത സംഭവം കാരണവരെ അസ്വസ്ഥനും ദുഃഖിതനും നിരാശനുമാക്കി. പെട്ടെന്ന് കാരണവർ കാവിൽ വിളക്ക് വെച്ച് കത്തിച്ച ശേഷം ബാലികയെ തേടി ആ ദേശം മുഴുവൻ ചുറ്റിക്കറങ്ങി. കണ്ണിൽ കണ്ടവരോടെല്ലാം സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ആരും തന്നെ അങ്ങനെ ഒരു കുട്ടിയെ കണ്ടിട്ടേയില്ല. അടക്കാനാകാത്ത ദുഃഖത്തോടും അതിലേറെ പാരവശ്യത്തോടും കൂടി തളർന്ന മനസ്സുമായി കാരണവർ തന്റെ ഗൃഹത്തിലേക്ക് മടങ്ങി. അപ്പോഴേക്കും താൻ 6 കടത്തി ഇക്കരെ എത്തിച്ച് സ്വന്തം ഗൃഹത്തിൽ കൊണ്ടുവന്ന ആ ബാലികയുടെ തേജസാർന്ന മുഖം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. അദ്ദേഹം പൂജാമുറിയിൽ കയറി ധ്യാനിച്ചു. സർവരൂപേ സർവേശേ സർവശക്തി സമന്വിതാ ഭയേദ്യേ ഭയേഭ്യസ്ത്രാഹീനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതാ ഭയേഭ്യസ്ത്രാഹീനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതാ ഭയേഭ്യസ്ത്രാഹീനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ എന്ന് ധ്യാനിച്ച ശേഷം കാരണവർ നിലത്ത് വിരിച്ച പുൽപ്പായയിൽ തല ചായച്ച് നിദ്രയിലാണ്ടു. പെട്ടെന്ന് അദ്ദേഹം ഗാഠനിദ്രയിലേക്ക് ആണ്ടു. നിദ്രാവേളയിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ താൻ 6 കടത്തിക്കൊണ്ടുവന്ന ബ്രാഹ്മണ ബാലികയുടെ അതീവ തേജസാർന്ന രൂപവും സാക്ഷാൽ ജഗദംബയുടെ ഉഗ്രരൂപവും അദ്ദേഹം ഒരേ സമയം മാറി മാറി ദർശിക്കുകയും ചെയ്തു. ഇതിനകം ഇരു രൂപങ്ങളും ഒന്നു ചേർന്ന് നിൽക്കുന്നതും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം പ്രത്യക്ഷ ദേവിയെ 2 കൈയും കൂപ്പി നമിക്കുകയും സ്തുതിക്കുകയും അപരാധങ്ങൾ പുറത്ത് അനുഗ്രഹമേകുവാൻ അപേക്ഷിക്കുകയും ചെയ്തു. അപേക്ഷകരെ ഉപേക്ഷിക്കാത്ത ദേവി തന്റെ ഭക്തനിൽ സംപ്രീതയാവുകയും അനുഗ്രഹിക്കുകയും ഇപ്രകാരം അരുളി ചെയ്യുകയും ചെയ്തു. എന്റെ ഭക്തനിൽ ഞാൻ പ്രദീഭവിച്ചിരിക്കുന്നു. നാളെ പ്രഭാതത്തിൽ കാവിലേക്ക് ചെല്ലുക. കാവിനുള്ളിൽ 3 വെള്ളി വരകൾ കാണും. അത് അങ്ങയുടെ ദൃഷ്ടിയിൽ മാത്രമേ കാണാൻ കഴിയൂ. ആ സ്ഥലത്ത് എന്നെ ഉപാസിക്കുക. കാവും കളരിത്തറയും മാറി അവിടം ക്ഷേത്രമായി തീരണം. പതിവ് പൂജകളും ഉണ്ടാകണം. ഈ നാടിനും നാട്ടുകാർക്കും മാത്രമല്ല സകലർക്കും സർവ സൗഭാഗ്യങ്ങളും ഭവിക്കും. ഇത്രയും കൽപ്പിച്ച് മഹാമായയായ ആ ദേവി അപ്രത്യക്ഷയായി. അതിനുശേഷം ആ രാത്രി കാരണവർക്ക് തെല്ലും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവനും സാക്ഷാൽ ആ ശ്രീ ഭഗവതിയുടെ ദിവ്യരൂപം നിറഞ്ഞു നിന്നു. അങ്ങനെ നേരം പുലർന്നു. തലേ നാളത്തെ ദേവി കൽപ്പനപ്രകാരം കാരണവർ ആകാംക്ഷാഭരിതനായി വായുവേഗത്തിൽ കുളിയും ജപവും എല്ലാം കഴിഞ്ഞ് കാവിന്റെ മുന്നിലെത്തി കാവിനകത്തേക്ക് പ്രവേശിച്ചു. തന്റെ പരദേവതയെ അദ്ദേഹം ധ്യാനിച്ചു. ഭദ്രകാളി മഹാദേവി ഭദ്രതേ രുദ്രനന്ദിനേ ജ്ഞാനസന്ദ്രായസ്യേ നിത്യം നമസ്തസ്യൈ നമോ നമഃ. കാവിനുള്ളിൽ നിന്നും മനമുരുകി പ്രാർത്ഥിച്ച കാരണവർ ആദ്യം കണ്ടത് മനോഹരമായ ആ 3 വെള്ളിവരകളാണ്.
സാക്ഷാൽ മഹാമായ തൃശൂലം കൊണ്ട് വരച്ചുണ്ടാക്കിയ ദിവ്യവരകൾ ഇതുകണ്ട് കാരണവർ അല്പനേരം ഒരേ നിൽപ്പ് നിന്നുപോയി. തന്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ധാരധാരയായി ഒഴുകി. പരമഭക്തിയുടെയും പരമസാക്ഷാത്കാരത്തിന്റെയും ആനന്ദാശ്രുക്കൾ. അദ്ദേഹം ആഹ്ലാദം കൊണ്ട് കാരണവർ നാട്ടുകാരെ വിളിച്ചുകൂട്ടി. കാവിൽ നടന്ന അത്ഭുതം അറിഞ്ഞ് ദേശവാസികൾ മുഴുവൻ കാവിലേക്ക് പ്രവഹിച്ചു. കാരണവർ നടന്ന സംഭവങ്ങളെല്ലാം നാട്ടുകാരോട് പറഞ്ഞു. അത്ഭുതകരമായ വെള്ളിവരകൾ അവരെ കാണിച്ചു ബോധ്യപ്പെടുത്തി. പക്ഷേ ആ വരകൾ അവിടെ വന്ന മറ്റാർക്കും കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും കാരണവരെ വിശ്വാസമായിരുന്ന നാട്ടുകാർ അദ്ദേഹത്തെ ക്ഷേത്രം പണിയുവാൻ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തു. തുടർന്ന് കാരണവർ കുടുംബക്കാരുമായി ആലോചിച്ച് ആചാരവിധിപ്രകാരം കാവിനുള്ളിൽ ശുദ്ധികർമ്മങ്ങൾ ചെയ്തു. ശ്രീ ഭഗവതിയെ ആവാഹിച്ചു പ്രതിഷ്ഠിച്ചു. തുടർന്ന് കാവിനുള്ളിൽ ആദ്യം ഒരു മൺതിട്ട പടുത്തുയർത്തി. മാസങ്ങൾക്ക് ശേഷം അതിനുമീതെ വീണ്ടും ഒരു തിട്ട കൂടി കെട്ടിപ്പൊക്കി. അതിനുമേൽ ഓലമേഞ്ഞു. അധികം താമസിയാതെ ശ്രീകോവിലിനു ചേർന്ന ചെറിയൊരു അഴിയിട്ട വാതിൽ അദ്ദേഹം സ്ഥാപിച്ചു. അങ്ങനെ കാവിനുള്ളിൽ ഒരു ചെറിയ തെക്കത് നിർമ്മിതമായി. കാവിൽ തെക്കത് എന്ന് പേരും നൽകി. കാലക്രമേണ ദേവീ കടാക്ഷത്താൽ തെക്കത് കാരണവരുടെ തലമുറക്കാരും ദേശവാസികളും ചേർന്ന് ആചാരവിധിപ്രകാരം പൂജകൾ നടത്തിവന്നു. അങ്ങനെ നാനാജാതി മതസ്ഥർക്കും ആറ്റുകാലമ്മ സർവവരദായിനിയായി ആദിപരാശക്തിയുടെ പൂർണ്ണാവതാരമായി മാറി. മധുരാപുരിയിൽ നിന്നും വന്ന പാതിവൃത്യത്തിന്റെ പവിത്രതയാൽ ദേവതയായി മാറിയ മഹിളാരത്നമാണ് കണ്ണകി എന്ന ആറ്റുകാലമ്മ. ഇതിന്റെ തുടർന്നുള്ള കഥ അടുത്ത ഭാഗത്തിൽ.